നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം 2-3 തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തമായ പിക്ചർ തന്നെ വന്നിരിക്കുകയാണ്. ആ പിക്ചറിൽ കൃത്യമായി CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ പോലും ധർമ്മടത്ത് നിന്ന് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്കും ടഫ് ഫൈറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. നമുക്ക് അങ്ങനെ പറഞ്ഞ ഈ MV ജയരാജൻ്റെ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരമായിരുന്നു. ഈസി വാക്ക് ഓവർ ഒരു മണ്ഡലത്തിലും ഇല്ല. പക്ഷേ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുകയും ഒപ്പം മറ്റ് 2 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വിധത്തിലായിരുന്നു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള അനുഭവം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ശരി തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ ഒന്നുമില്ല. അത് അഹങ്കാരമാണ്. ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ധർമ്മടത്തടക്കം നടത്തിയത്. ഒരു പിഴവും ഉണ്ടാകാത്ത വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. കേട്ടല്ലോ. ഇത് മാത്രമല്ല, നാഷണൽ ഏജൻസികളടക്കം ഇന്റലിജൻസ് ഏജൻസികളടക്കം കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും 100-ൽ പരം സീറ്റുകൾ ഉറപ്പായിട്ടും UDF വിജയിക്കുമെന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. 7 ജില്ലകൾ സമ്പൂർണ്ണമായി UDFിനോടൊപ്പം നിൽക്കും. അവർക്ക് അതിലുള്ള 65 സീറ്റിൽ 5 സീറ്റുകൾ മാക്സിമം നഷ്ടപ്പെടും. അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ഈ 7 ജില്ലകൾ സമ്പൂർണ്ണമായിട്ട് UDFിനോടൊപ്പം നിൽക്കുമെന്നും അതിൽ മാക്സിമം പോയാൽ 5 സീറ്റുകൾ നഷ്ടപ്പെടും. അതായത് 65 സീറ്റുകളിൽ 5 സീറ്റ് നഷ്ടപ്പെടാൻ 60 സീറ്റ് ഉറപ്പാണ്. ബാക്കി 40 സീറ്റുകൾ, അതായത് ബാക്കി 75 സീറ്റുകളിൽ പകുതി സീറ്റ് കിട്ടിയാൽ തന്നെ 95-100 സീറ്റാകും. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ 100 ചിലപ്പോൾ 115-120 വരെ എത്തിയാൽ ചിലപ്പോൾ 140 മണ്ഡലങ്ങളിലും UDF വിജയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിനെക്കുറിച്ചാണ് MV ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ CPMൻ്റെ അണികൾക്കിടയിൽ അവർ നിശ്ചയിച്ചുറപ്പിച്ച് UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷിയും അതേപോലെ സാക്ഷിയും അതേപോലെ ഏറ്റവും അധികം തെളിവ് നൽകുന്നതും MV ജയരാജനാണ്. ഇതേപോലെ കേരളത്തിലെ CPMൻ്റെ ഉള്ളിൽ നിന്ന് നിരവധി ആളുകൾ ഞങ്ങൾ കൂട്ടമായിട്ടാണ് ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഈ CPMനെ നിലനിർത്തുക ആവശ്യമാണ്. അതിന് CPM പ്രതിപക്ഷത്ത് നിൽക്കണം. മാത്രമല്ല പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കണം. അതിനൊറ്റ വഴിയുള്ളൂ, ഇത്തവണ UDF വിജയിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തവണ UDFനാണ് വോട്ട് ചെയ്തത്. ഇത് BJP അണികൾ പറയുന്നൊരു കാര്യമാണ്. CPM അണികൾ മാത്രമല്ല, BJP അണികളും മാത്രമല്ല. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി UDFിലേക്ക് പോയിരിക്കുന്നു. അതേപോലെ ഞാനങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറയുന്ന ആളല്ല. പക്ഷേ ശബരിമല ഇഷ്യൂ വന്നതോടുകൂടി കേരളത്തിലെ വിശ്വാസികളായ ഹിന്ദുക്കൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. കാരണം BJPക്ക് വോട്ട് ചെയ്താൽ എന്തായാലും അവർ അധികാരത്തിൽ വരില്ല എന്നറിയാം. അതുകൊണ്ട് UDFനാണ് സാധ്യത എന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ചോദ്യം ഇതൊന്നുമല്ല, UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് ആദ്യം തുറന്നു പറഞ്ഞത് VD സതീശൻ. അദ്ദേഹം പറഞ്ഞു 100-ൽ പരം സീറ്റുകൾ കിട്ടും, UDFന് അധികാരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വനവാസത്തിന് പോകും. അദ്ദേഹം 100 സീറ്റ് കിട്ടിയതുകൊണ്ടല്ല വനവാസത്തിന് പോകും എന്ന് പറഞ്ഞത്. അധികാരം കിട്ടിയില്ലെങ്കിൽ, UDFന് അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇത്തവണ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ്. അദ്ദേഹത്തിന് അത്രയും ഉറച്ച വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഇനി അടുത്ത ചോദ്യമാണ്, ആരാണ് മുഖ്യമന്ത്രി? ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ചർച്ചകളാണ്, ചിലർ ഇത് ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് ഒരു നേതാവിൻ്റെ ആൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് കേരളത്തിലുള്ള നേതാവല്ല, മലയാളിയായ കേരളത്തിൽ നിന്ന് പുറത്തുള്ള നേതാവാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ പറയാൻ പറ്റും. എന്തായാലും VD സതീശൻ, രമേശ് ചെന്നിത്തലയും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ കുറേ കാലമായി, അതായത് 2000 മുതൽ അല്ലെങ്കിൽ 1996 മുതൽ കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നാഡീമിടിപ്പുകളും അറിയുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളും നമുക്കെടുത്ത് പരിശോധിക്കാം. 2016 ഇലക്ഷനിൽ തോറ്റ ശേഷം പ്രതിപക്ഷ നേതാവായി വന്നിട്ടുള്ള ആരാണ്? രമേശ് ചെന്നിത്തലയാണ്.
രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ശേഷം എന്താണ് നടത്തിയിട്ടുള്ളത്? അദ്ദേഹം ശക്തമായ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ആയിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ അഴിമതികളെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. സ്പ്രിംഗ്ലർ വിവാദമടക്കൽ തുടങ്ങി കടൽ കൊള്ള വരെയുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസവും ഒരു കുറ്റാന്വേഷകന്റെ നയചാതുര്യതയോട് കൂടിയിട്ട്, അദ്ദേഹം തന്ത്രജ്ഞതയോട് കൂടിയിട്ട് അദ്ദേഹം പാർട്ടായിട്ട് പുറത്തുവിടുകയായിരുന്നു. അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ അദ്ദേഹത്തിന് പരാജയപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹം അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിന് കാരണം കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അദ്ദേഹത്തിന് അതിൻ്റെതായ പ്രസരണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് പാർട്ടിയെ കൊണ്ട് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അന്ന് കോവിഡ് ഉണ്ടായി എന്ന് പറയുന്നൊരു നെഗറ്റീവ് വശമുണ്ടെങ്കിലും നേരത്തെ തന്നെ കൃത്യമായി ഓരോ ജില്ലയിലും ഓരോ മണ്ഡലങ്ങളിലും അതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ അതാത് വോട്ടർമാരിൽ എത്തിക്കാൻ സംവിധാനമൊരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് പരാജയം തന്നെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിന്നു, അതേസമയത്ത് താഴെത്തട്ടിലെ ജനങ്ങളുമായി അണികളുമായിട്ട് ബന്ധം പുലർത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മുമ്പ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണം. അദ്ദേഹം നല്ലവനായ, കൃത്യമായി പോരാട്ട നായകനായ, കൃത്യമായി തെളിവുകൾ സഹിതം അഴിമതി പുറത്തു കൊണ്ടുവന്ന ശക്തനായ UDF നേതാവ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലാവ്ലിൻ കേസിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചുള്ള ആളുകളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. വീരേന്ദ്രകുമാർ വഴി അദ്ദേഹം എനിക്ക് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു. അതിന് ഞാൻ എല്ലാ കാലത്തും അദ്ദേഹത്തോട് നന്ദിയും ബഹുമാനവുമുണ്ട്. എന്നാൽ 2021 മുതൽ 2026 വരെ വന്ന വി ഡി സതീശനായിരുന്നു 2021 നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് മറികടന്നുകൊണ്ട്, ചിന്തകളെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവായി വന്നത്. കേരളത്തിൽ CPM വളർന്നു വരികയും 99 സീറ്റ് വരെ പിടിച്ചെടുക്കുകയും UDF 40-41 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്ത ഒരു ഘട്ടം, വളരെ താഴേക്ക് ഇറങ്ങി തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 2021. എന്നാൽ അധികം താമസിയാതെ നടന്ന ഒരു ഇലക്ഷൻ നടന്നു, തൃക്കാക്കര ഇലക്ഷൻ. അന്ന് പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച്, ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് അവിടെ ഇലക്ഷൻ പ്രചരണം നടത്തുകയുണ്ട്. ഞാനുണ്ടായിരുന്നു അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അന്ന് ഞാൻ ധാരാളം വിവാദങ്ങളും ധാരാളം സ്റ്റോറികളും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ ചാനൽ വഴി. അന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, പിണറായി വിജയൻ സകല അഭ്യാസങ്ങളും കളിച്ചിട്ടും VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം സമ്പൂർണ്ണ വിജയമായിരുന്നു. ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ വോട്ട് പോൾ ചെയ്യിക്കുകയും UDFന് അനുകൂലമായിട്ട് കൃത്യമായി പോൾ ചെയ്യുകയും അങ്ങനെ 25,000-ൽ മേതെ വോട്ടിന്, അതായത് 14,000 വോട്ടിന് ജയിച്ച PT തോമസ് ഭാര്യ 25,000-ൽ മേതെ വോട്ടിന് ജയിപ്പിക്കാൻ അവിടെ ഒരേപോലെ അവിടുത്തെ മിഷനറികളെ, അവിടെ UDF പ്രവർത്തനത്തെ ഏകീകരിച്ചിട്ടുള്ളത് VD സതീശനാണ്. അതിനുശേഷം നടന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ പുതുപ്പള്ളി ഇലക്ഷൻ. അവിടെയും VD സതീശൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു പ്രധാനം. അന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മ പറഞ്ഞത് എല്ലാം VD സതീശനാണ് നിയന്ത്രിക്കുന്നത് എന്നാണ്. അത് സത്യമായിരുന്നു. അവിടെ ഞാൻ നേരിട്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഓരോ വിഭാഗത്തെയും പ്രത്യേകം വേർതിരിച്ച് അവരുടെ പ്രത്യേക മീറ്റിങ്ങുകൾ നടത്തി അവർ വഴിയും അല്ലാതെ ഓരോ ബൂത്ത് വഴിയും കൃത്യമായി UDFനെ ചലിപ്പിച്ചും കൃത്യമായ പ്രവർത്തനം നടത്തിയും എല്ലാ മേഖലകളിലും ഒരേപോലെ അദ്ദേഹം തന്ത്രങ്ങൾ നടത്തി എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ വിജയമായിരുന്നു 38,000-ഓളം വോട്ടിൻ്റെ 5 ഇരട്ടി. ഉമ്മൻചാണ്ടി ജയിച്ചതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ ജയിച്ചത്. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാടും അതേപോലെ നമ്മുടെ ചേലക്കരയും. പാലക്കാട് 3,000-ഓളം വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരാനും രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാനും മാത്രമല്ല 5 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. എന്നാൽ ചേലക്കരയിൽ തോറ്റെങ്കിലും 40,000 വോട്ടിൽ നിന്ന് 12,000 വോട്ടാക്കി ചുരുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവം അഥവാ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വർക്ക് വിജയിച്ചു എന്നുള്ളത്. അദ്ദേഹം തന്നെയാണ് നേരിട്ട് അതെല്ലാം നടത്തിയത്. അതിനുശേഷം നടന്നതാണ് നമ്മുടെ നിലമ്പൂർ ഇലക്ഷനിൽ അൻവർ രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് സധൈര്യം അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം അൻവറുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് ഡിസൈഡ് ചെയ്ത് കൃത്യമായി പോരാട്ടം നടത്തിയിട്ടുള്ളത് ആരാണ്?
വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും തോൽക്കുമെന്ന് ഭീതി ഉണ്ടായിട്ട് പോലും അവസാനം 12,000 വോട്ടിന് ജയിച്ചു. മൊത്തം 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതേ അൻവറിനെ തിരിച്ചു കൊണ്ടുവരാനും ഏറ്റവും അധികം പിണറായിക്കെതിരെയും അതേപോലെ അതിനുള്ളിലുള്ള ശക്തികൾക്കെതിരെയും ശശി പോലുള്ള ശക്തികൾക്കെതിരെയും പോരാടുന്ന, അതേസമയം ചില നെഗറ്റീവ് വശങ്ങളുള്ള അൻവർ, എല്ലാ വശവും ശരിയായിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാനുമായിട്ട് പോലും പോരാടിയിട്ടുള്ള ഒരാളാണ് അൻവർ. എന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുള്ള അൻവർ. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞതോ അതേപോലെ നമ്മുടെ ഷാജസ്കറിയ പറഞ്ഞതോ ആയ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയനെതിരെയും ശശിക്കെതിരെയും ഒക്കെയുള്ള അധോലോക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടാണ് PV അൻവർ വന്നത്. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ച് മരുമോനെതിരെ, പിണറായി വിജയന്റെ മരുമോൻ റിയാസിനെതിരെ പോരാട്ടം നടത്താൻ എവിടെ കൊണ്ട് നിർത്തി? ബേപ്പൂരിൽ നിർത്തി. അങ്ങനെ അവിടെ അതേപോലെ കേരളത്തിലെ CPM-ൻ്റെ ഉള്ളിലെ നേതാക്കന്മാരുമായിട്ട് G സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരുമായി നേരത്തെ തന്നെ കൃത്യമായി 1.5 വർഷം മുമ്പ് തന്നെ ധാരണ ഉണ്ടാക്കി കൃത്യമായി പ്രവർത്തനം നടത്തുകയും അങ്ങനെ ഇലക്ഷൻ വന്നപ്പോൾ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് വലിയ തോതിൽ 7-8 സ്ഥലത്ത് CPM-ൻ്റെ നേതാക്കന്മാരെ അടർത്തിയെടുത്ത്, CPM ഏതെങ്കിലും കള്ളന്മാരെയല്ല അടർത്തിയെടുത്ത് കൊണ്ടുവന്നത്. G സുധാകരനെ പോലെ, ആയിഷ പൊറ്റിയെ പോലെ, അതേപോലെ VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറിയെ പോലെ, അതേപോലെ പയ്യന്നൂരിലും പയ്യന്നൂരും അതേപോലെ തളിപ്പറമ്പിലും TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള അവിടുത്തെ ഏറ്റവും ബന്ധമുള്ള CPM നേതാക്കന്മാരെ അടക്കം അടർത്തിയെടുത്ത് അവിടെ മത്സരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പാടവം സഹായിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള VD സതീശൻ കൃത്യമായി വെച്ചടി പാർട്ടിയെ മൊത്തം പാർട്ടിയെ ഒന്നടക്കം ചലിപ്പിച്ചു, പ്രവർത്തനക്ഷമമാക്കി. അതോടൊപ്പം സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടു. അതോടൊപ്പം തന്നെ CPM-നുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, അട്ടിമറികളുണ്ടാക്കി. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് മുന്നണിയെ അധികാരത്തിലെത്തിക്കാനുള്ള എല്ലാ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വർക്കും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് പല കാര്യങ്ങളിലും നിലപാടെടുക്കാൻ അദ്ദേഹം എടുത്ത നിലപാടുകളാണ് ജനങ്ങൾ അംഗീകരിച്ചത്. അഴിമതിക്കെതിരെയാണെങ്കിലും അതേപോലെ സദാചാര കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അദ്ദേഹം എടുത്ത നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു, മുന്നണി അംഗീകരിച്ചു. അതുകൊണ്ട് മുന്നണിക്ക് നേട്ടം മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് പോലും ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹം മുൻകൂട്ട് തയ്യാറായി. ആ തീരുമാനമാണ് അതുകൊണ്ട് പിന്നീട് പാർട്ടിയെ രക്ഷിച്ചത്. പല സന്ദർഭങ്ങളിൽ പിണറായി വിജയൻ വെല്ലുവിളിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയിൽ ആരെയും പുറത്താക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ കേരളത്തിൽ സഹായിച്ചത് VD സതീശൻ്റെ തീരുമാനങ്ങളും നിലപാടുമായിരുന്നു. ആ നിലപാടുകൾ ഒരു കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള സമുദായങ്ങളുടെ തിണ്ണ നിറങ്ങാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിവുള്ള എത്ര നേതാക്കന്മാരുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. വെള്ളാപ്പള്ളിയെ പോലെ അധോലോക മാഫിയ കിങ്ങിൻ്റെ അടുത്തും അതേപോലെ സുകുമാരൻ നായർ എന്ന് പറയുന്ന വെറും തട്ടിപ്പുകാരൻ്റെ അടുത്തും എന്നും വൃത്തികേട് കാണിക്കുന്ന അഴിമതി നടത്തുന്ന ഈ 2 ഭീകരന്മാരുടെ അടുത്തും പോവാതെ, അതേപോലെ ഇതേപോലെയുള്ള സഭകളുടെയൊക്കെ തിണ്ണ നിരങ്ങാതെ അദ്ദേഹം കൃത്യമായി ഒരു നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ ആരെയും സമുദായത്തെ തള്ളിപ്പറയുന്നില്ല, സമുദായം ആവശ്യമാണ്, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു നിലപാടുണ്ട്, അവർക്കൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം ഞങ്ങൾ ഭാഗമാണ്, രാഷ്ട്രീയം ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കണ്ട എന്ന് തീരുമാനമെടുത്ത് നമ്മളെ നയിപ്പിക്കാൻ ചലിപ്പിക്കാൻ കഴിവ് കാണിച്ചുള്ളത് VD സതീശനാണ്. അത് ഒരു ദിശാബോധമാണ്. കഴിഞ്ഞ കുറേ കാലമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് CPM അടക്കം വെള്ളാപ്പള്ളിയെയും അതേപോലെ മുസ്ലിം തീവ്രവാദ സംഘടനകളെയും ഒക്കെ ആശ്രയിച്ച് ഇവിടെ വോട്ടിംഗ് പാറ്റേൺ മാറ്റി എങ്ങനെയും വിജയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ നിന്ന് മുമ്പ് CPM എന്താണോ നവോത്ഥാന തീരുമാനങ്ങൾ എടുത്തത്, ആ നവോത്ഥാന തീരുമാനത്തിലേക്ക് കൊണ്ടുവരാനും ചലിപ്പിക്കാനും അങ്ങനെ പാർട്ടിയെ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് കൊണ്ടുവരികയും UDF-നെ അധികാരത്തിലെത്തിക്കാനും, അധികാരത്തിലെത്തിയില്ലെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പ്രഖ്യാപിക്കാനും കഴിവ് കാണിച്ച ഒരു നേതാവാണ് VD സതീശൻ. അങ്ങനെയുള്ള നേതാവിന് തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്. അതിനുള്ള ആർജവത്വവും കഴിവും നയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ത്രാണിയും ആണ് നമ്മൾ കരുതേണ്ടത്. അതിനു മുമ്പ് ഉള്ള നമുക്കറിയാം, രമേശ് ചെന്നിത്തല നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ്, അല്ലാന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവായ ശേഷം എങ്ങനെയാണോ ഒരു ചലിപ്പിച്ച് ആ മുന്നണിയെ കൊണ്ടുപോയി അധികാരത്തിൽ ചെയ്യാൻ കഴിയുന്നത്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ KC വേണുഗോപാലിനെ പോലുള്ള ആളുകളെ
ഇറക്കുമതി ചെയ്ത് ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. KC വേണുഗോപാൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KC വേണുഗോപാൽ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഒതുങ്ങിക്കൂടാൻ കഴിയുന്ന ഒരാളല്ല. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാൽ പോലും അത് തെറ്റാണെന്ന് പറയാൻ കഴിവുണ്ടാവണം നമുക്ക് എല്ലാവർക്കും എന്ന് കൂടിയാണ് പറയാനുള്ളത്. അദ്ദേഹം ചിന്തിക്കാൻ പാടില്ല. അദ്ദേഹം കൃത്യമായി ഇവിടുത്തെ അസസ്മെന്റ് നടത്തി ഈ കഴിഞ്ഞ 2021 ശേഷം വെച്ചടി UDF ഡെവലപ്പ് ചെയ്യും, മുന്നണിയിലെ എല്ലാ കക്ഷികളെയും കൂട്ടുത്തരവാദിത്വ കക്ഷികളാക്കി മാറ്റുകയും സ്വന്തം പാർട്ടിയെ യുദ്ധസമാനമാക്കുകയും അങ്ങനെ ഭരണത്തിലെത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹം തന്നെയാണ് കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് വരേണ്ടത്. മറ്റുള്ളവർ കഴിവില്ലാത്തവരായി നമ്മൾ ആരും കാണരുത്. VD സതീശനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നല്ല ബന്ധമാണ്. ഈ അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട്. അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ കറുകപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തുന്ന ഇലക്ഷൻ പ്രചരണത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഹൈബീഡനടക്കമുള്ള സ്ഥാനാർത്ഥി അടക്കമുള്ള വിനോദ് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ്, ഇവിടേക്ക് വരേണ്ട ആളല്ല. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തോ കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാൾ, രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രവർത്തിച്ച് നാഷണൽ ലെവലിൽ എത്തിയ ഒരാൾ, നാഷണൽ ലെവലായിട്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ട ആളാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പഞ്ചാബിൽ കോൺഗ്രസ് ഭരണം നഷ്ടപ്പെട്ടു. അതേപോലെ നമുക്കറിയാം ഛത്തീസ്ഗഡിൽ നമുക്ക് നഷ്ടപ്പെട്ടു. അതേപോലെ നമുക്ക് ഹരിയാനയിൽ നഷ്ടപ്പെട്ടു. എന്തിനും മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ടു. മഹാരാഷ്ട്രയിലൊക്കെ വേറെ പല കാരണങ്ങൾ പറയുന്നുണ്ടാകാം. ഹരിയാനയിൽ കാരണങ്ങൾ പറയുന്നുണ്ടാകാം. ഹിമാചൽ പ്രദേശിൽ കാരണങ്ങൾ പറയുന്നുണ്ടാകാം. പക്ഷേ കേന്ദ്രത്തിൽ BJP ഇവിടെയെല്ലാം അധികാരത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ എതിർ മുന്നണികൾ അധികാരത്തിലെത്തി എന്നുള്ളതാണ് സത്യം. അവിടെയെല്ലാം അദ്ദേഹം പ്രവർത്തിക്കാനുള്ള സാധ്യതകളുള്ളപ്പോൾ, അദ്ദേഹം നാഷണൽ ലീഡറായപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു സംവിധാനത്തിൽ മുന്നണിയെ നയിച്ച് വിജയിപ്പിച്ചുള്ള ഒരാൾ മുന്നിലിരിക്കെ അദ്ദേഹത്തെ വെട്ടിയിട്ട് ഇവിടെ കയറി വരുന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം കേന്ദ്രത്തിൽ തന്നെ വർക്ക് ചെയ്യട്ടെ, ഇവിടെ VD സതീശൻ ഭരിക്കട്ടെ, അതോടൊപ്പം രമേശ് ചെന്നിത്തലയും കൂടി ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നണിയെ നയിക്കട്ടെ. അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ കേരളം ശക്തമാകും. ആ രണ്ടുപേരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മുന്നണിയാണ്, ഒരു ഭരണമാണ് നമുക്ക് വേണ്ടത്. അതേപോലെ പരിണതപ്രജ്ഞനായ ധാരാളം നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്, വിജയിച്ചു വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെല്ലാവരും തന്നെ ഈ ഭരണത്തിൽ വരട്ടെ. ഒരു അഴിമതിയില്ലാത്ത, തട്ടിപ്പില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത എല്ലാ ജനങ്ങൾക്കും വേണ്ടി, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെന്നോ BJP കാരനെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനെന്നോ നോക്കാതെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഭരണം വരുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.